welcome to 90 Plus, India's first animated live tuition. Sound okay ആണോ ആരോൺ? Okay. നിന്റെ സൗണ്ട് ഓക്കെ ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. നീ ഓക്കെ ആയി. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഏത്? ബിൽഡിംഗ് ന്യൂ നേഷൻസ്. ഇതിലൂടെ കഴിയുമ്പോഴത്തേക്കും ഈ വർഷത്തെ സോഷ്യൽ റിവിഷൻ ക്ലാസ് അവസാനിക്കുന്നതായിരിക്കും. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു ഈ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ച കാര്യങ്ങള്? മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാ? വെരി ഗുഡ്. പിന്നെ യെസ്, അമേരിക്കൻ, റഷ്യൻ, പിന്നെ ഒരാളോടുണ്ട്. യെസ്, വെരി ഗുഡ്. സോ പ്രധാനമായിട്ടും ഈ 3 രാജ്യങ്ങളുടെ റെവല്യൂഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ആരാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതിയത്? ഓർമ്മയുണ്ടോ? ഓർമ്മ കാണില്ല, ഞാൻ തന്നെ പറയാം. തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സൺ എന്ന് പറഞ്ഞ വ്യക്തി തന്റെ 35-ാമത്തെ വയസ്സിലാണ് അമേരിക്കയുടെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതുന്നത്. ഓർമ്മയുണ്ടോ അമേരിക്ക ബ്രിട്ടനുമായിട്ട് വാറിൽ ഏർപ്പെട്ടതൊക്കെ? വാറിന്റെ ഇടയ്ക്കാണ്, അതായത് യുദ്ധം നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് അമേരിക്ക തന്നെ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി എന്നവർ പ്രഖ്യാപിക്കുകയാണ്. അതിനാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അത് എഴുതിയത് ആരാണ്? തോമസ് ജെഫേഴ്സൺ. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, തോമസ് ജെഫേഴ്സൺ. അതുപോലെ തന്നെ ഈ ഷിപ്പിന്റെ പേര് ചിലപ്പോൾ ഓർമ്മ ആണ്. വാട്ട് വാസ് ദ ഷിപ്പ് ദാറ്റ് ബോട്ട് പ്യൂരിറ്റൻസ് ടു നോർത്ത് അമേരിക്ക? പ്യൂരിറ്റൻസിനെ നോർത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന ഷിപ്പിന്റെ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഒരു മാസത്തിന്റെ പേരുണ്ടാ തുടങ്ങുന്നത്. മെയ് ഫ്ലവർ. ഷിപ്പിന്റെ പേര് മെയ് ഫ്ലവർ, മെയിൽ വിരിഞ്ഞ പൂക്കൾ, അങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം. സോ ഈ പ്യൂരിറ്റൻസ് ആരായിരുന്നു? ബ്രിട്ടനിൽ നിന്ന് ആദ്യം അമേരിക്കയിലേക്ക് വന്ന കൂട്ടരാണ് ഇവര്. പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പുരോഹിതർ എന്നൊക്കെ പറയാം. പിൽഗ്രിം ഫാദേഴ്സ്. ആരാണ് പ്യൂരിറ്റൻസ്? പിൽഗ്രിം ഫാദർ. ഓക്കെ, അവര് വന്ന ഷിപ്പിന്റെ പേരാണ് മെയ് ഫ്ലവർ. പ്യൂരിറ്റൻസ് അമേരിക്കയിലേക്ക് വന്ന ഷിപ്പിന്റെ പേരാണ് പ്യൂരിറ്റൻസ്. അതുപോലെ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സൈൻ ചെയ്തത് ആരാണ്? തോമസ് ജെഫേഴ്സൺ. പെട്ടെന്നൊന്ന് 2 പേരും ക്വസ്റ്റ്യനും ആൻസറും ഒന്ന് വായിച്ചേ. ഉറക്കം വായിച്ചോ? തോമസ് ജെഫേഴ്സൺ. യെസ്, മെയ് ഫ്ലവർ. ദെൻ എന്തായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി? ഓർമ്മയുണ്ടോ ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്ന്? യെസ്, അത് തന്നെ, മിടുക്കൻ. അതായത് ബ്രിട്ടൻ അമേരിക്കയുടെ മേൽ ഒരു കമ്പൽഷൻ കൊണ്ടുവരികയാണ്. അതായത് തേയില എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം അല്ലേ? രാവിലെ ഒരു ചായയിൽ നിന്ന് തുടങ്ങുന്നു. അപ്പൊ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഇവന്മാര് എവിടൊക്കെ ടാക്സ് കുത്തിക്കയറ്റാവോ അവിടെ എല്ലാം ടാക്സ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ആര്? ബ്രിട്ടീഷുകാര്. അമേരിക്കയും ബ്രിട്ടന്റെ കോളനി ആയിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇവര് വിചാരിച്ചു ഓക്കെ എല്ലാരും ഉപയോഗിക്കുന്ന സാധനമാണ് ടീ, നമുക്ക് ടീയില് ഒരു പുതിയ പരിപാടി നടത്താം. ഇവരെന്ത് പറഞ്ഞു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടീ മാത്രം നിങ്ങൾ ഇനി വാങ്ങിച്ചാ മതി എന്ന് ആര് കമ്പൽഷൻ പറഞ്ഞു? ബ്രിട്ടൻ പറഞ്ഞു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടീ മതി, ഇനി വേറെ ഒരു ചായപ്പൊടി ഇട്ട് നിങ്ങൾ ഇട്ട് കലക്കണം. നമ്മളോട് പറയുവാണ് കണ്ണന്തേവ മാത്രം ഇനി ഇട്ട് ചായ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്ന റെഡ് ലേബൽ ആയിരിക്കും, ഇനി അത് വേണ്ട, ഇനി എല്ലാവരും കണ്ണന്തേവ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരട്ടി വില കൊടുത്ത് മേടിക്കണം. നമ്മൾ കേൾക്കുവോ? ഇല്ല. അപ്പൊ ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല? അമേരിക്കൻസിന് ഇഷ്ടമായില്ല. അവര് റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച് ആ ഷിപ്പിലുണ്ടായിരുന്ന മുഴുവൻ ഈ തേയിലയുടെ പെട്ടികളും എന്ത് ചെയ്തു? കടലിൽ ഒഴുക്കി കളഞ്ഞു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി. യാഷ് കേൾക്കുന്നുണ്ടാ? അത് സ്വപ്ന ലോകത്താണാ? ഓക്കെ. Who was appointed the commander-in-chief of the American Army during the second Philadelphia Congress? മൊത്തം എത്ര ഫിലാഡൽഫിയ കോൺഗ്രസുകളായിരുന്നു?
ഏത് ഫിലാഡൽഫിയ, ഏത് കോൺഗ്രസ്? അപ്പോട്ടെ, ഇത് ഓർമ്മയുണ്ടോ? കമാൻഡർ ഇൻ ചീഫിന്റെ നമ്മൾ റിപ്പീറ്റ് പറഞ്ഞു പഠിച്ച സാധനമാണ്. ചുമ്മാ ഒരു പേരങ്ങ് പറ, ആരുടെങ്കിലും ഒരു പേരങ്ങ് പറഞ്ഞോ. അമേരിക്കൻ. ചിലപ്പോ ശരിയാണെങ്കിലോ, തെറ്റിയാലും പ്രശ്നമില്ല. ജോർജ് വാഷിങ്ടൺ ആണ് ഞാൻ പറഞ്ഞില്ലേ. ട്രൈ നോക്കണം, ചിലപ്പോ എങ്ങാണ്ട് ചിലപ്പോ ശരിയാണെങ്കിലോ. ജോർജ് വാഷിങ്ടൺ ആണ് എന്താ അമേരിക്കൻ ആർമിയുടെ, അതായത് ബ്രിട്ടനെതിരെ അമേരിക്ക ഒരു സൈന്യം തന്നെ രൂപീകരിക്കുന്നുണ്ടായിരുന്നല്ലേ. അത് ഫസ്റ്റ് ഫിലാഡൽഫിയ കോൺഗ്രസിലെ ഫസ്റ്റ് ഫിലാഡൽഫിയ കോൺഗ്രസിൽ എത്ര കോളനികളാണ് പങ്കെടുത്തത്? 12. മൊത്തം 13 കോളനീസ് അല്ലേ ഉള്ളത്. അമേരിക്കയിൽ മൊത്തം എത്ര കോളനി ഉണ്ടായിരുന്നു? 13 കോളനീസ് ഉണ്ടായിരുന്നു. ഒരാൾ മാറി നിന്നു. ഫസ്റ്റ് ഫിലാഡൽഫിയ കോൺഗ്രസിൽ പങ്കെടുത്തില്ല. ജോർജിയ അല്ലേ? അതൊന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. ജോർജിയ ആണ്. 1 മാർക്കിന് ചോദിക്കാം. നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഞാനത് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പൊ ആ 12 കോളനികളും കൂടെ ഒരുമിച്ച് ഒരു ഒരു കോൺഗ്രസ്, ഒരു മീറ്റിംഗ് നടത്തി. അതിനാണ് ഫസ്റ്റ് ഫിലാഡൽഫിയ കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് മീറ്റിംഗ് നടത്തിയത്? അതായത് ബ്രിട്ടീഷുകാർ ഇവരെ ഇങ്ങനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്തുനിന്ന് ഹൈ ടാക്സ് മേടിക്കുന്നു, എന്നാൽ അവർക്ക് റെപ്രസെന്റേഷനും ഇല്ല, ഗവൺമെന്റിൽ അവരുടെ ഒരു പങ്കുമില്ല. അങ്ങനെ എന്ത് ചെയ്തു? അവര് ഫസ്റ്റ് ഫിലാഡൽഫിയ കോൺഗ്രസ് തീരുമാനിക്കുന്നു, ഏത് സമയത്തും നമുക്കൊരു യുദ്ധത്തിന് തയ്യാറാവണം. അതുകൊണ്ട് നമുക്ക് 12 കോളനികളിലും എന്ത് ചെയ്യണം? ചെറുതായിട്ട് ഒരു ആർമി പയ്യെ ഫോം ചെയ്ത് വെച്ചോളൂ എന്ന് അവർ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ സെക്കൻഡ് ഫിലാഡൽഫിയ കോൺഗ്രസിൽ അതിന്റെ ലീഡറായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? ജോർജ് വാഷിങ്ടണിനെ അപ്പോയിന്റ് ചെയ്തു. ക്ലിയർ ആണോ? പെട്ടെന്ന് രണ്ടുപേരൊന്ന് വായിച്ചോളൂ, ഉറക്കം വായിച്ചോളൂ. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? അതുപോലെ കമാൻഡർ ഇൻ ചീഫ്. ഞാൻ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യണം. ജോർജിയ ആണ് കേട്ടോ. ജോർജിയ പങ്കെടുക്കാൻ. ക്വസ്റ്റ്യൻ ചോദിക്കുവേ ഞാൻ, അതിനായി വായിപ്പിക്കുന്ന. വായിച്ചാ? രണ്ടുപേരും വായിച്ചു കഴിഞ്ഞോ? Who gave the slogan no taxation without representation? ആരാ ഇത് പറഞ്ഞത്? No taxation without representation. ആരാണ്? ജെയിംസ് ഓട്ടിസ്. എന്താണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? നിങ്ങളൊന്ന് ട്രൈ നോക്കിക്കേ. എന്താ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? ബോലോ, പറയൂ. എന്താ ടാക്സേഷൻ? ടാക്സ് എന്താന്ന് അറിയത്തില്ലേ? നികുതി. നമ്മള് ആർക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട്? ആർക്കാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്? അമേരിക്കയുടെ കേസിൽ നമ്മൾ ടാക്സ് കൊടുക്കാറുണ്ടോ? നമ്മൾ ഏത് സാധനം വാങ്ങിക്കുമ്പോഴും നമ്മൾ ആർക്ക് ടാക്സ് കൊടുക്കുന്നുണ്ടോ? ഗവൺമെന്റ് നമ്മൾ അതിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. ടാക്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് ഓരോ സാധനം മേടിക്കുമ്പോഴും. ഓക്കെ, അങ്ങനെ അമേരിക്കന്റെ നികുതി എല്ലാം മേടിച്ചോണ്ട് പോകുന്ന ആരാ? ബ്രിട്ടീഷുകാരാ. അമേരിക്കക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ പറഞ്ഞു, നമ്മൾ ആർക്കാ ടാക്സ് കൊടുക്കുന്നത്? ഗവൺമെന്റ് ടാക്സ് കൊടുക്കും. ഈ ടാക്സ് വെച്ച് ഗവൺമെന്റ് എന്താ ചെയ്യാ? ഗവൺമെന്റ് എന്തിനാ ടാക്സ്? യെസ് വെരി ഗുഡ്. അതായത് ഇപ്പോഴാണോ കുളിച്ചിട്ട് വരുന്നത് സൂര്യദേവത്തെ? ഒന്ന് ചരിച്ചു വെക്കാവോ ഫോണ്? യെസ്. അയ്യോടാ, നേരെ വെച്ചോടാ. അത് കുറച്ച് സെറ്റ് ആയി വരാൻ സമയം എടുക്കും. ഓക്കെ,
അപ്പൊ നമ്മൾ ഈ ഗവൺമെന്റ് ടാക്സ് കൊടുക്കുന്നു, ഗവൺമെന്റ് ആ ടാക്സ് മണി വെച്ച് പെൻഷൻ കൊടുക്കുന്നു, അതുപോലെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഗവൺമെന്റ് എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു, പിന്നെന്താ ഓരോ വെൽഫെയർ സ്കീം, റോഡ് പണി, പാലം പണി, ഇതെല്ലാം എങ്ങനെയാ നമ്മളുടെ ടാക്സ് മണി കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അറിയാമോ? സോ അതുകൊണ്ടാണ് ഇതിനെല്ലാം പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മൾക്കും കൂടെ അവകാശപ്പെട്ടതാ. KSRTC ആയാലും അതുപോലെ തന്നെ എന്താ ഈ പറയുന്ന റോഡ് കാര്യങ്ങളെല്ലാം നമ്മളുടെ പൈസ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് കൂടെ അധികാരമുള്ള സാധനങ്ങളാണ്. ഓക്കെ, അതുപോലെ അമേരിക്കയിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് ബ്രിട്ടനിലേക്ക് കൊടുത്തയച്ചുകൊണ്ട് അമേരിക്കക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അമേരിക്കക്ക് എങ്ങനെ വളരാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ഇല്ല. അമേരിക്കക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ ജെയിംസ് ഓട്ടിസ് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ടാക്സേഷൻ, ഞങ്ങൾ നിങ്ങൾക്ക് ടാക്സ് തരണമെങ്കിൽ ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് എവിടെ വേണം? നിങ്ങളുടെ ഗവൺമെന്റിൽ വേണം. ബ്രിട്ടൻ ഗവൺമെന്റിൽ ആര് വേണം? അമേരിക്കൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് ടാക്സ് തരൂ. ന്യായമല്ലേ? ഓക്കെ, അപ്പൊ അത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഞങ്ങൾ തരണമെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധികൾ എവിടെ വേണം? നിങ്ങളുടെ ഗവൺമെന്റിൽ വേണം. ഞങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ നിങ്ങൾ ആരാ? നമ്മുടെ ഇന്ത്യയുടെ കേസിൽ വന്നാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ കേട്ടിട്ടില്ലേ? ക്വിറ്റ് ഇന്ത്യ സൈമൺ കമ്മീഷൻ വന്നപ്പോഴത്തേക്കും ഓർമ്മയുണ്ടോ? ഗോ ബാക്ക് സൈമൺ എന്ന് പറഞ്ഞു. കാരണം എന്താ? ഒറ്റ ഇന്ത്യക്കാരില്ല. നമുക്ക് സൈമൺ കമ്മീഷൻ എന്തിനു വേണ്ടിയാ വന്നത്? നമുക്ക് വേണ്ടി നിയമം ഉണ്ടാക്കാനായിട്ട്. അതിനകത്താണെങ്കിൽ മൊത്തം ബ്രിട്ടീഷുകാർ. നമുക്ക് എന്താ വേണ്ടത്? ബ്രിട്ടീഷുകാരെ അറിയുമോ? അവർക്കറിയാമോ? അല്ലെങ്കിൽ നിങ്ങളിപ്പോ 8A പഠിക്കുന്നതെങ്കിൽ എന്താ 7A പിള്ളേരോട് പറയാം നിങ്ങളുടെ ക്ലാസ്സിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസൈൻ ചെയ്യാം. നിങ്ങൾ സമ്മതിക്കുമോ? ഒരു 5 പേരെ 7A എടുത്തിട്ട് പറയാണ് 8A എന്തൊക്കെ കാര്യങ്ങളാ വേണ്ടത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല, ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നമുക്കല്ലേ അറിയുന്നത്. അപ്പൊ നമ്മുടെ ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് തരാം? ടാക്സ് തരാം. അല്ലെങ്കിൽ ടാക്സ് തരാൻ പറ്റില്ല. അതാണ് നോൺ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. പറഞ്ഞതാരാണ്? ജെയിംസ് ഓട്ടിസ്. ഓക്കെ, what was the name of the parliament formed by Rashid Shah in response to popular outrage? Sir ആരായിരുന്നു? ആരായിരുന്നു സർ? ഓർമ്മയുണ്ടോ? തെറ്റിക്കോട്ടറ എന്തെങ്കിലും പറ. ആരായിരിക്കാം? അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ആരാണ് സർ? റഷ്യയിലെ റൂളർ അല്ലായിരുന്നോ? റഷ്യ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരിയുടെ പേരാണ് എന്ത്? സർ നിക്കോളാസ് സെക്കൻഡ്. നല്ലൊരു ഭരണമായിരുന്നോ സർ നിക്കോളാസ് സെക്കൻഡ് റഷ്യയിൽ നടത്തിക്കൊണ്ടിരുന്നത്? ജനങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭരണമായിരുന്നോ? ഹാപ്പി ആയിരുന്നോ? ആയിരുന്നല്ലേ? ഒരു ചേർത്ത് പറയുന്നു ആണോ? അപ്പൊ ഞാൻ ഈ ചാപ്റ്റർ പഠിപ്പിച്ചൊക്കെ വന്നേ. അങ്ങനെ ഇയാളുടെ ഭരണം കൊണ്ട് ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി ജനങ്ങള് ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഓക്കെ ഒരു പാർലമെന്റ് ആര് ഫോം ചെയ്തു? ഈ സർ അങ്ങ് ഫോം ചെയ്തു. അതിന്റെ പേരെന്തായിരുന്നു? ഡ്യൂമ. പക്ഷെ ഈ പാർലമെന്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടായിരുന്നു പാർലമെന്റ് ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ പാർലമെന്റിന് പ്രത്യേകിച്ച് പവറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പെട്ടെന്ന് വായിച്ചാട്ടെ. എന്താണ് അർത്ഥവും കൂടെ പഠിക്കണം. എന്താണ് നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, കൃത്യമായിട്ട് നോക്കുക. വായിച്ചു കഴിഞ്ഞിട്ട് പറയാം. കഴിഞ്ഞോ? ഇല്ല, കുറച്ചുകൂടെ. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. വാട്ട് ഈസ് ബ്ലഡി സൺഡേ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റഷ്യൻ റവല്യൂഷൻ? എന്തായിരുന്നു ബ്ലഡി സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? The massacre on January 22nd, 1905 in St. Petersburg where Tsar's army fired on protesters led by Father Gapon. അതായത് സർ നിക്കോളാസിന്റെ ദുർഭരണത്തിനെതിരെ ഫാദർ ഗപ്പൂണിന്റെ മേൽനോട്ടത്തില് ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. പക്ഷെ അതൊരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആയിരുന്നു.
ഒരു വയലന്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഒന്നുമല്ല, സമാധാനപരമായിട്ടാണ് അവര് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതില് ദേഷ്യം വന്ന് സാർ എന്ത് പറഞ്ഞു തന്റെ ആർമിയോട്? എല്ലാത്തിലും വെടിവെക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രൊട്ടസ്റ്റ് ചെയ്ത ആൾക്കാരെ എല്ലാം എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. ആര്? സർ നിക്കോളാസിന്റെ ആർമി. ഏത് ദിവസമാണ്? ജാനുവരി 22, 1905. ഈ സംഭവത്തിനെയാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. എന്താ ബ്ലഡി സൺഡേ? സർ നിക്കോളാസിന്റെ, രാജാവിന്റെ ദുർഭരണത്തിനെതിരെ ഫാദർ ഗപ്പൂറിന്റെ ലീഡർഷിപ്പിൽ കുറെ ആൾക്കാർ പ്രൊട്ടസ്റ്റ് നടത്തി. എങ്ങോട്ട്? സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക്. എന്നാ നടത്തിയത്? ജനുവരി 22, 1905. അപ്പൊ ഇതിന് ദേഷ്യം വന്ന സർ നിക്കോളാസ് എന്ത് പറഞ്ഞു തന്റെ ആർമിയോട്? എല്ലാരും വെടിവെച്ച് കൊല്ലാൻ. അങ്ങനെ അത്രയും ആൾക്കാർ മരണപ്പെട്ടു. ഈ സംഭവത്തിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ബ്ലഡി സൺഡേ. And what was the reform program implemented by Mao Zedong to develop China? ചൈന ഒരു സാമ്പത്തിക ശക്തിയാക്കാൻ വേണ്ടി മാവോ സെഡാങ് കൊണ്ടുവന്ന പോളിസിയുടെ പേരെന്താ? ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ്. എന്താണ് മാവോ സെഡാങ് കൊണ്ടുവന്ന പോളിസി? ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ്. ഓക്കെ, ക്ലിയർ ആണോ? മാവോ സെഡാങ് കൊണ്ടുവന്ന പോളിസിയുടെ പേരാണ് ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ്. രണ്ടും ഒന്ന് വായിച്ചിട്ട് പറഞ്ഞേ. കഴിഞ്ഞോ? Who led the communist revolution in China? ആരാണ് കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ ചൈനയിൽ ലീഡ് ചെയ്തത്? മാവോ സെഡാങ് ആണ്. നോക്കുക. And who was the first president of United States of America? കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു സെക്കൻഡ് ഫിലാഡൽഫിയ കോൺഗ്രസിന്റെ? ആരായിരുന്നു? സെക്കൻഡ് ഫിലാഡൽഫിയ കോൺഗ്രസില് ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? ജോർജ് വാഷിംഗ്ടൺ. നെയിം ദ ഓഥർ ഓഫ് ദ ബുക്ക് അങ്കിൾ ടോംസ് ക്യാബിൻ. ആരാ എഴുതിയത്? മിസസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ. മിസസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ. ഒന്ന് വായിച്ചു നോക്കിയാൽ ഞാനിപ്പോ പേര് വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. വിളിക്കുമ്പോ തന്നെ അൺമ്യൂട്ട് ചെയ്തോളാം, എനിക്ക് കിടന്ന് അരയ്ക്കാൻ പറ്റത്തില്ല. നോക്കിയാട്ടെ. ആരാണ് അൺമ്യൂട്ട് ചെയ്യാനാണേ? ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ ആരായിരുന്നു? സൂര്യദേവ്. ആരായിരുന്നു? ആ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലെഫ്റ്റ് ആയി. മാവോ
ബ്ലഡി സൺഡേ എന്താണ്? യശ് ആരോട് 3 ടൈംസ് ചെയ്ത് പഠിച്ചിരിക്കുക കേട്ടോ. ബ്ലഡി സൺഡേ ഡെഫിനിഷൻ അല്ല, എന്താണെന്ന് പറഞ്ഞാൽ മതി, നിനക്ക് അറിയുന്നത് പറഞ്ഞാൽ മതി. എല്ലാരും 1 മാർക്ക് ക്വസ്റ്റ്യൻ എടുത്ത് വായിച്ചു കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇത് പഠിച്ചിട്ടേ നമ്മൾ അടുത്ത് എടുക്കുന്നുള്ളൂ. എല്ലാ ക്വസ്റ്റ്യനും എല്ലാവരോടും ചോദിക്കും. എടുത്തോട്ടെ, എടുത്ത് വായിച്ചു നോക്കിയേ. എത്ര എണ്ണം ഉണ്ട്? ആകെ 6-7 ക്വസ്റ്റ്യൻ എങ്ങാണ്ടേ ഉള്ളൂ. 11 എണ്ണം. 1 വേർഡ് അല്ലേ, ഒരു പ്രശ്നമില്ല. പെട്ടെന്ന് നോക്കിയാട്ടെ. വായിച്ചു നോക്കാൻ എടുത്ത് മെറ്റീരിയല് കയ്യിലോ ഫോണിലോ എവിടെയാണെന്ന് വെച്ചാ. ആൽവിൻ എന്താണ്? ആൽവിന്റെ എന്താ ക്യാമറ ഓൺ ആക്കാത്തെ? എന്താണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ലെഫ്റ്റ് ആയി പോയല്ലോ. ഓക്കെ, ബ്ലഡി സൺഡേ എന്താന്ന് പറഞ്ഞേ? അപ്പൊ കേക്കോ? ബ്ലഡി സൺഡേ അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാ? വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാരും ഇപ്പൊ തന്നെ വായിച്ച് പഠിച്ചു എന്നോട് പറഞ്ഞാൽ മതി. പെട്ടെന്ന് വായിച്ചു നോക്കിയേ. മെറ്റീരിയൽ എടുത്ത് നോക്കാൻ കണ്ണും പിടിച്ചിരിക്കാതെ എല്ലാരും. നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാന്ന് ഓർമ്മയുണ്ടല്ലോ. പഠിച്ചിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം. എടാ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ അയച്ചതാ. സൺഡേ അയച്ചതിനകത്തുണ്ട്. സൺഡേ അയച്ചതാ. സൺഡേ 12th ചാപ്റ്ററിന്റെ 13 ചാപ്റ്ററിന്റെ ഒരുമിച്ച് അയച്ചു. ബിൽഡിംഗ് ന്യൂ നേഷൻസ്. യശ് പഠിച്ചു കഴിഞ്ഞോ? പെട്ടെന്ന് നോക്ക്. സൂര്യതീർത്ഥന്റെ ക്യാമറ ഓഫ് ആണ്. സൂര്യതീർത്ത് കഴിഞ്ഞില്ല ഇതുവരെ. മതി പറഞ്ഞാട്ടെ. എന്താ ബ്ലഡീസ് ഉണ്ട്? കാണത്തില്ല. ഞാനിപ്പോ പറഞ്ഞോണ്ടിരുന്ന നീ കേൾക്കുന്നില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു തന്നപ്പോ എന്തെടുക്കുമായിരുന്നെന്ന് അത് കേട്ടില്ല. എന്താ കേൾക്കാതെ എന്ത് ചെയ്യുമായിരുന്നു നീ? കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാ അത് പറഞ്ഞാ മതി. കാണാതെ പഠിച്ച് പറയണ്ട. നിനക്ക് അറിയുന്ന പറഞ്ഞാ മതി. എനിക്കതാ വേണ്ടേ. അപ്പൊ ഇവിടെ ഒന്നും അല്ല ശ്രദ്ധ. ആർക്കും അറിയാമോ?
യെസ്, അത്രയും പറഞ്ഞാൽ മതി. അതിന് അന്വേഷിച്ച് പഠിച്ചോ? ഇല്ല. പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്തായി ശ്രദ്ധിക്കുന്നത്? പറഞ്ഞത് കേട്ട് തിരിച്ചിങ്ങോട്ട് പറഞ്ഞാ പോരെ, അതല്ലേ ചോദിക്കുന്നത്. എനിക്കാണെങ്കിൽ വന്നുടനെ ക്വസ്റ്റ്യൻ ചോദിച്ചങ്ങ് പോവാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടാണ് അത് തിരിച്ചു പറയാൻ പറയുന്നത്. അതും കറക്റ്റ് ഡെഫിനിഷനും കാര്യങ്ങളും ഒന്നും വേണമെന്ന് നമ്മൾ പറയുന്നില്ല. കാര്യം മനസ്സിലായത് പറയാം. നെക്സ്റ്റ്, എനിക്ക് എന്തായാലും അത് മാത്രം കൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അൺഏലിയനബിൾ റൈറ്റ്സ്. അൺഏലിയനബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ കുറെ അവകാശങ്ങളുമായിട്ട് ജനിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതൊക്കെയായിരിക്കും അവകാശങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് അൺഏലിയനബിൾ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് എടുത്തു കളയാൻ പറ്റാത്ത റൈറ്റ്സിനെയാണ് അൺഏലിയനബിൾ റൈറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ വന്നാലും ഈ അവകാശങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. ഈ അവകാശങ്ങൾ ആരുടെ കയ്യിൽ നിന്നും എടുത്തു മാറ്റാൻ പറ്റില്ല. അത് ഏതാ അവകാശങ്ങൾ? ഏതൊക്കെയാ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ അവകാശം എല്ലാവർക്കും വേണം. ഏതൊക്കെയാ പറഞ്ഞോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, യെസ്. പിന്നെ പറഞ്ഞോ? റൈറ്റ് ടു ഫ്രീഡം, യെസ്. നിങ്ങൾക്ക് ഈ റൈറ്റ്സിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന റൈറ്റ്സ് പറഞ്ഞാൽ മതി. ഏതെങ്കിലും കറക്റ്റ് അതിനകത്തുള്ളത് വേണമെന്നല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ. അപ്പം സ്കൂളിൽ പോകണം എല്ലാവർക്കും വേണ്ട അവകാശമാണെന്ന് പറഞ്ഞു, കറക്റ്റ് ആണ്. പിന്നെ പറഞ്ഞു റൈറ്റ് ടു ഫ്രീഡം, എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, കറക്റ്റ് ആണ്. പിന്നെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റ് ഏതാ? പിന്നെ ഇത് രണ്ടെണ്ണം മതിയോ? സ്കൂളിൽ പോയി ഫ്രീഡം മതി. ഏറ്റവും ഇമ്പോർട്ടന്റ് റൈറ്റ് ഏതാ? ഏറ്റവും ഇമ്പോർട്ടന്റ് റൈറ്റ് റൈറ്റ് ടു ലൈഫ് അല്ലേ? എന്നുവെച്ചാ എന്താ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ജീവിക്കാനുള്ള അവകാശം. കാരണം ബാക്കി ഈ പറഞ്ഞ റൈറ്റ്, സ്കൂളിൽ പോകണമെങ്കിൽ ഫ്രീഡം എൻജോയ് ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് വേണം? നമുക്കൊരു ജീവൻ വേണം അല്ലേ? അപ്പം റൈറ്റ് ടു ലൈഫ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൈറ്റ്. അത് ഓർത്തിരിക്കുക. പിന്നെ എന്താ? റൈറ്റ് ടു ലിബർട്ടി. ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഞാൻ പറയുന്നത് യെസ്, ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഫ്രീഡം കേട്ടോ. എപ്പോ ലിബർട്ടി കേട്ടാലും ഓർത്തോണം എന്താണത്? ഫ്രീഡം. റൈറ്റ് ടു വെൽബീങ്, അതുപോലെ തന്നെ ജീവിക്കാന്ന് പറഞ്ഞാല് നല്ലൊരു ഡിഗ്നിറ്റിയോടുള്ള ലൈഫ്. വെൽബീങ്, ഒരു നല്ലൊരു ലൈഫ്. അതായത് എന്താ പറയുന്നത്, എങ്ങനെയെങ്കിലും അങ്ങ് ജീവിക്കലല്ല, ഒരു ഡിഗ്നിറ്റി, അന്തസ്സുള്ള ഒരു ജീവിതം. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും അൺഏലിയനബിൾ റൈറ്റ്സ് എന്ന് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ആരായിരുന്നു അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതിയത്? ആരായിരുന്നു? ചൈനയിലല്ലടാ മാവോസേടാ. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ്, ഞാൻ പറഞ്ഞു വളരെ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം അമേരിക്കയുടെ ഇൻഡിപെൻഡൻസിന്റെ ഡിക്ലറേഷൻ എഴുതുന്നത്. ആരാണത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി വെച്ചേക്കുന്നുണ്ടോ? 35-ാമത്തെ വയസ്സിലാണ്. ആരാടാ? ആദ്യമായിട്ടാണല്ലോ ഈ പേര് കേൾക്കുന്നത്, കുഴപ്പമില്ല. അപ്പോ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ എന്താ പറയുന്നത്? ഓൾ മെൻ ആർ എൻഡൗഡ് ബൈ ദ ക്രിയേറ്റർ വിത്ത് സർട്ടൺ അൺഏലിയനബിൾ റൈറ്റ്സ്. അതായത് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ വായി നേടിയെടുക്കണം. നമ്മളെ ഈ ഭൂമിയിലേക്ക് നമ്മുടെ ക്രിയേറ്റർ അയച്ചപ്പോൾ നമുക്ക് കുറച്ച് അവകാശങ്ങൾ, അൺഏലിയനബിൾ ആയിട്ടുള്ള റൈറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തുനിന്ന് ഒരു കാരണവശാലും എടുത്തു മാറ്റാൻ പറ്റാത്ത റൈറ്റ്സ്. ഏതൊക്കെയായിരുന്നു റൈറ്റ്സ്? റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് ടു വെൽബീങ്. പെട്ടെന്ന് വായിച്ചേ. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്താ അതിൽ പറയുന്നത്? ഈ ഭൂമിയിലേക്ക് നമ്മുടെ ക്രിയേറ്റർ നമ്മളെ അയച്ചപ്പോഴത്തേക്കും നമ്മളിൽ നിന്ന് ഒരിക്കലും എടുത്തു കളയാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കുറച്ച് റൈറ്റ്സും നമുക്ക് തന്നിട്ടിട്ടുണ്ട്. ഏതൊക്കെയാ റൈറ്റ്? റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഹാവ് എ ഡിഗ്നിഫൈഡ് ലൈഫ്, റൈറ്റ് ടു വെൽബീങ്, അതുപോലെ എന്താ? റൈറ്റ് ടു ലിബർട്ടി, സ്വാതന്ത്ര്യം. ഇതെല്ലാ മനുഷ്യന്മാർക്കും ഉള്ളത്. ആർക്കും ആരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? എടുത്തു കളയാനായി പറ്റില്ല.
വായിച്ചോ? അപ്പൊ ഞാൻ ചോദിക്കും, എല്ലാരെ കൊണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. വായിച്ചു കഴിഞ്ഞിട്ട് പറയാം. ആരോടെ ക്യാമറ ഓൺ ചെയ്തേ? വെൽബീങ് എന്ന് പറഞ്ഞാൽ ഹാവ് എ ഡിഗ്നിഫൈഡ് ലൈഫ്, ഒരു അന്തസ്സുള്ള ഒരു ജീവിതം. ആരോൺ സൂര്യത്ത് വായിക്കുവാണോ? പെട്ടെന്ന് വായിച്ച ആരോടെ? ഓക്കെ, പറഞ്ഞോടാ സൂര്യതീർത്ഥം. എന്തായിരുന്നു അൺഎലിയനബിൾ റൈറ്റ്സ്? ആദ്യം അതിന്റെ അർത്ഥം എന്താ? അൺഎലിയനബിൾ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞു. എന്താ അൺഎലിയനബിൾ റൈറ്റ്സിന്റെ അർത്ഥം എന്താ? അതാദ്യം പറ. എല്ലാ റൈറ്റ്സും അൺഎലിയനബിൾ റൈറ്റ്സ് ആണ്. എന്നാ പിന്നെ വെറുതെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ അൺഎലിയനബിൾ എന്ന് പറയുന്നത്? എന്നാ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പോരെ അവകാശങ്ങൾ എന്ന്. എന്തുകൊണ്ടാ അൺഎലിയനബിൾ എന്ന് പറയുന്നത്? ആൽവിൻ പറഞ്ഞോ, എന്താ അൺഎലിയനബിൾ റൈറ്റ്സ് എന്ന് പറഞ്ഞാ? അൺഎലിയനബിൾ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു കാരണവശാലും ഈ അൺഎലിയനബിൾ റൈറ്റ്സ് ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള റൈറ്റ്സ് എന്തൊക്കെ വന്നാലും ഈ റൈറ്റ്സ് ഒരിക്കലും ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് മാറ്റാൻ പറ്റാത്ത ടൈപ്പ് റൈറ്റ്സിനെയാണ് അൺഎലിയനബിൾ റൈറ്റ്സ് എന്ന് പറയുന്നത്. സൂര്യതീർത്ത് പറഞ്ഞോ, ഒരെണ്ണം പറഞ്ഞോ അൺഎലിയനബിൾ ആയിട്ടുള്ള റൈറ്റ്. ജെറാൾഡ് അടുത്ത റൈറ്റ് ടു അൺഎലിയനബിൾ റൈറ്റ് പറഞ്ഞോ. ജെറാൾഡ് അവനകത്തില്ലല്ലോ. ജെറാൾഡ് അൺഎലിയനബിൾ റൈറ്റിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. എടാ അൺഎലിയനബിൾ റൈറ്റിന് ഒരു എക്സാമ്പിൾ പറയാം. ക്ലാസ്സിലെല്ലാം ശ്രദ്ധിക്കുന്നത് പിന്നെ അങ്ങനെ അറിയണം. യശ് പറഞ്ഞോളൂ അടുത്ത എക്സാമ്പിൾ. ലൈഫ്. ലാസ്റ്റ് വൺ ആൽവിൻ. ലിബർട്ടി. വെരി. ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സൂര്യതീർത്തെ? ലിബർട്ടി എന്തായിരുന്നടാ? വെരി ഗുഡ്. നെക്സ്റ്റ്, who were Puritans and why did they migrate to America? പ്യൂരിറ്റൻസ് ആരായിരുന്നു? ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോ പറഞ്ഞായിരുന്നു. ആരായിരുന്നു പ്യൂരിറ്റൻസ്? ആരോണ്ട് ഓർമ്മയുണ്ടോ? എന്താ എഴുതി വെച്ചേക്കുന്നത്? നോക്കടാ, ട്രൈബൽ ഗ്രൂപ്പ് എന്നാണോ ഞാൻ എഴുതി വെച്ചേക്കുന്നത്? എന്തോ എഴുതിയേക്കുന്നത്?
Pilgrim Fathers. The Puritans were conservative Christian group in England. They were in conflict with other Christian groups in the country and migrated to America continent to establish colonies where they could practice their faith. അപ്പൊ പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് പിൽഗ്രിം ഫാദേഴ്സ് ആണ്. അതായത് ഇവര് ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പാ. ഇവിടെ താമസിച്ചിരുന്ന ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പാ. അപ്പൊ ക്രിസ്ത്യൻസിൽ തന്നെ പല ഡിവിഷൻസ് ഉണ്ടല്ലേ, പല ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൺസർവേറ്റീവാ, കുറച്ചുകൂടെ സ്ട്രിക്റ്റ് റൂൾസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആർക്ക്, പ്യൂരിറ്റൻസിന്. ക്രിസ്ത്യൻ ഗ്രൂപ്പാണ്. മറ്റു ഗ്രൂപ്പിനെ അപേക്ഷിച്ച് ഇവരുടെ റൂൾസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള, കുറച്ചുകൂടെ സ്ട്രിക്റ്റർ റൂൾസും കാര്യങ്ങളൊക്കെ ഇവര് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവര് സ്ട്രിക്റ്റ് ആകുമ്പോ സ്ട്രിക്റ്റ് അല്ലാത്ത എന്താ പറയുന്നത് നടക്കുന്ന ഗ്രൂപ്പിനെ കാണുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിലല്ല ഈ പൊക്കോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് ഇഷ്ടമാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ക്ലാസ് 8B ആണെങ്കിൽ 8A ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആ, ഒരു കാര്യത്തിന് സമ്മതിക്കത്തില്ല. നിങ്ങളുടെ ക്ലാസ്സിൽ അത്രയും സീനല്ല. അന്നത്തേക്കും അപ്പൊ ക്ലാസ്സിലെ പിള്ളേരൊന്നും നിങ്ങളോട് പറയാണ് നിങ്ങൾ ഒട്ടും സീരിയസ് അല്ല, നിങ്ങൾ ഭയങ്കര അലമ്പാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പൊ ഞങ്ങൾ നിങ്ങൾ എന്ത് പറയും, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ പണം നോക്കി പോയാൽ മതി എന്ന് പറയില്ലേ. അതേപോലെ തന്നെ ഈ പ്യൂരിറ്റൻസ് മറ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റിലായിരുന്നു. എന്താ പ്യൂരിറ്റൻസിന്റെ പ്രശ്നം? എന്താ, അവർ കൺസർവേറ്റീവാ. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോളോ ചെയ്തത് എന്താണ്? ഫോളോസ് സ്ട്രിക്റ്റ് റൂൾസ്. മറ്റുള്ളവരെക്കാൾ സ്ട്രിക്റ്റ് ആയിരുന്നു. എവിടെയാണുള്ള സ്ഥലം? ഇംഗ്ലണ്ടിലായിരുന്നു. അങ്ങനെ ഇവര് മറ്റ് ഗ്രൂപ്പുകളുമായിട്ട് ഫുൾ അടിയും വഴക്കും പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റോട് കോൺഫ്ലിക്റ്റ്. അങ്ങനെ അവർക്ക് എവിടെ നിൽക്കാൻ പറ്റാതായി? ഇംഗ്ലണ്ടിൽ, അവരുടെ സ്വന്തം രാജ്യത്ത് നിൽക്കാൻ പറ്റാതായിട്ട് ഇവരെന്ത് ചെയ്തു? അമേരിക്കയിലേക്ക് മാറി, താമസം മാറി. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവരവരുടെ വിശ്വാസം പ്രാക്ടീസ് ചെയ്ത് പോന്നു. അങ്ങനെയാണ് പ്യൂരിറ്റൻസ് എവിടെ എത്തിയത്? അമേരിക്കയിൽ എത്തിയത്. പോയ ഷിപ്പിന്റെ പേരെന്തായിരുന്നടാ? ഏത് ഷിപ്പിൽ അമേരിക്കയിലേക്ക് പോയത്? പിൽഗ്രിം ഫാദേഴ്സ്. ഇത് ഞാൻ ചോദിക്കും എല്ലാവരോടും, ഏത് ഷിപ്പിലാണോ? യെസ്, എന്റെ യശ ഒന്ന് ഉറക്കെ പറ. മെയ് ഫ്ലവർ. ഷിപ്പിന്റെ പേര് മെയ് ഫ്ലവർ. ആ ഷിപ്പിൽ കയറി അവര് പോയി. അപ്പൊ എന്താണ് പ്യൂരിറ്റൻസ്? പിൽഗ്രിം ഫാദേഴ്സ്. പിൽഗ്രിം ഫാദേഴ്സ് ആണ്. ഇവരൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പാ. മറ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പിനെ ആയിട്ട് ഇവർ എപ്പോഴും അടിയായിരുന്നു. കാരണം എന്താ? ഇവര് ഭയങ്കര കൺസർവേറ്റീവ് ആൾക്കാരാണ്, മറ്റുള്ളവർ അത്രയും കൺസർവേറ്റീവ് അല്ല. അങ്ങനെ അടിയായി വഴക്കായി ലാസ്റ്റ് അവര് എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു? അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് പോന്നു. പോകുന്ന ഷിപ്പിന്റെ പേര് മെയ് ഫ്ലവർ. പെട്ടെന്ന് വായിച്ചാട്ടെ. ഓക്കെ. കസേര എത്തിയിട്ടാവും പോയി. ആരാണേ പറഞ്ഞോ? പ്യൂരിറ്റൻസ് ആരാ? ഫാർമേഴ്സ് അല്ലടാ, ഫാദേഴ്സ്. ഫാർമർ
ഓക്കെ, എന്ത് പറ്റി അവര് അമേരിക്കക്ക് പോവാൻ? എന്താ യക്ഷ അവര് അമേരിക്കയിൽ പോയത്? ചുമ്മാ അമേരിക്ക കാണാഞ്ഞോണ്ട് പോയതാണോ? വിഴിച്ചിരിക്കുന്നവൻ. എന്താണ് സൂര്യ തീർത്തെ പിൽഗ്രിം ഫാദേഴ്സ് അമേരിക്കക്ക് പോയത്? യെസ്. എന്തായിരുന്നു കോൺഫ്ലിക്റ്റിന്റെ കാര്യം? യക്ഷേ, എന്താണ് ഇവര് മറ്റ് ഗ്രൂപ്പുമായിട്ട് അടിയാവാൻ കാരണം? ഒറ്റ അടി ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ ക്ലാസ്സില്. അത് പിന്നെ എന്തുകൊണ്ടാടാ ഇവരടിയായത്? യെസ്, സ്ട്രിക്ട് റൂൾസ് ആയിരുന്നല്ലേ അവർക്ക്. നീ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല യക്ഷേ. ഓക്കെ, സ്ലേവറി. ലീഗ് ഓഫ് നേഷൻ. ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? UN എന്നൊക്കെ. യുണൈറ്റഡ് നേഷന് മുമ്പ് ഉണ്ടായിരുന്നതാണ് ലീഗ് ഓഫ് നേഷൻ. അപ്പൊ ലീഗ് ഓഫ് നേഷൻ സ്ലേവറി എന്ന് പറഞ്ഞാൽ എന്താ? സ്ലേവ് എന്ന് പറഞ്ഞ യെസ്, അടിമത്വം. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ചോദിച്ചേക്കുവാ. സ്ലേവറി ആസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് സബ്ജക്ട് ടു. ഡെഫിനിഷൻ നമ്മൾ അതുപോലെ തന്നെ പഠിക്കണം കേട്ടാ. സ്ലേവറി, ദ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് സബ്ജക്ട് ടു ആബ്സല്യൂട്ട് പവർ ഓഫ് അനദർ. അത്രയും കാണാൻ തന്നെ പഠിക്കണം. ദ കണ്ടീഷൻ ഇൻ വിച്ച്, എന്ത് കണ്ടീഷനാണ്? എ പേഴ്സൺ ഈസ് സബ്ജക്ട് ടു ആബ്സല്യൂട്ട് പവർ ഓഫ് അനദർ. അതായത് ഒരു വ്യക്തി പൂർണ്ണമായിട്ടും മറ്റൊരാളുടെ അധികാരത്തിന്റെ കീഴിലായിരിക്കും ജീവിക്കുന്നത്. ആൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമോ സ്ലേവിന്? നമുക്ക് ഈ സ്ലേവുകളെ മാർക്കറ്റിൽ പോയി മേടിക്കാൻ പറ്റും. അത് മനുഷ്യന്മാരെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. നമ്മളൊരു മനുഷ്യനെ നമ്മൾ അങ്ങനെ പൈസ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് നമ്മളുടെ ആരാണ്? സ്ലേവ്. പിന്നെ ആൾ എന്ത് ചെയ്യണോന്ന് ആരാ തീരുമാനിക്കുന്നത്? നമ്മളാണ്. നമ്മൾ പറയുന്നത് പോലെ ആൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തോളൂ. ഇൻ അമേരിക്ക സ്ലേവ്സ് വെയർ ബ്രോഡ് ഫ്രം ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്നാണ് സ്ലേവ്സിനെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ അഗ്രികൾച്ചർ പർപ്പസസ്. കൃഷിയുടെ കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും ആരെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്? ഈ സ്ലേവ്സിനെ വാങ്ങിയിട്ടിരുന്നത്. അപ്പൊ സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദ കണ്ടീഷൻ ഇൻ വിച്ച്, ഇങ്ങനെ മുറിച്ച് പഠിച്ചേ. ദ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് സബ്ജക്ട് ടു ആബ്സല്യൂട്ട് പവർ ഓഫ് അനദർ. എ പേഴ്സൺ ഈസ് സബ്ജക്ട് ടു ആബ്സല്യൂട്ട് പവർ ഓഫ് അനദർ. പെട്ടെന്ന് വായിച്ച് 5 ടൈംസ് വായിച്ച എല്ലാരും. ദ കണ്ടീഷൻ ഇൻ വിച്ച് പേഴ്സൺ ഈസ് സബ്ജക്ട് ടു ആബ്സല്യൂട്ട് പവർ. ഡെഫിനിഷൻ എല്ലാരും യശ് എവിടെ പോയി? ആരോടും കേൾക്കുന്നുണ്ടോ? എല്ലാരും 5 ടൈംസ് ഈ കാണാതെ പഠിച്ചത്. കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് സബ്ജക്ട് ടു ആബ്സല്യൂട്ട് പവർ ഓഫ് അനദർ. ഒറ്റ വരിയുള്ളൂ, പെട്ടെന്ന് പഠിച്ചാട്ടെ. സൂര്യതീർത്ഥം ആത്മാർത്ഥമായിട്ട് വായിക്കടാ. The condition in which a person is subject to absolute power of another. The condition in which a person is subject to absolute power of another. We have no other class after this. You can take your time. Right. Speak for the yeah. You. Yeah. കഴിഞ്ഞു. ഓക്കെ, ആരാദ്യം പറയും? എല്ലാരോടും ചോദിക്കും.
കേക്കാം, പറഞ്ഞോ പറഞ്ഞോ ജെറോൾഡെ, കേക്കാം. സ്ലൈഡോ? ഇതെല്ലാം അതിനകത്തുള്ളതാ. ക്വസ്റ്റ്യൻ ബാങ്കിനകത്തുണ്ട്. എന്തിനാ എഴുതിയെടുക്കുന്നേ? ക്വസ്റ്റ്യൻ ചോദിക്കണം മോനെ, സ്ക്രീൻഷോട്ട് എടുക്കട്ടോ. യശ് എവിടെ പോയി? യഷില്ലേ അവിടെ? നിന്നെ കാണുന്നില്ല. പറഞ്ഞോ ഡെഫിനിഷൻ പറഞ്ഞോ. സ്ലേവറി ഡെഫിനിഷൻ പറയടാ. ഞാൻ പഠിക്കാൻ സമയം തന്നെയല്ലേ. ആ സൂര്യ നിർത്ത് പറയടാ. In which a person is subject to, yes, very good, subject to absolute power of another. പറഞ്ഞോ അൽവിനെ. സ്ലേവറിന്റെ ഡെഫിനിഷൻ. ആരോണേ പറഞ്ഞോ. വാട്ട് ഈസ് സ്ലേവറി? പറയടാ. നോക്കി വായിക്കുവാണോ? എഴുതി വെച്ചതാണ്. ഞാൻ പഠിക്കാൻ സമയം തന്നല്ലേ. എനിക്ക് എഴുതി വെച്ചതൊന്നും വായിച്ച് കേൾപ്പിക്കണ്ട. എനിക്ക് കേൾക്കാനല്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാ സമയം തന്നത്. വേണ്ടെങ്കിൽ വേണ്ട, ആർക്ക് പോയി നിങ്ങൾക്ക് പോയി, അത്രേ ഉള്ളൂ. വാട്ട് വാസ് ദ എമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ? ഇറ്റ് വാസ് പ്രൊക്ലമേഷൻ ഇഷ്യൂഡ് ബൈ എബ്രഹാം ലിങ്കൺ ഓൺ 1st January. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1st January 1863 to free slaves in the United States during civil war. സിവിൽ വാർ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം തന്നെ ഇപ്പൊ നടക്കുന്ന ഇസ്രയേൽ ആ വാർ, നമുക്ക് ഇസ്രയേൽ ഇറാൻ വാർ നമുക്ക് സിവിൽ വാർ എന്ന് പറയാൻ പറ്റുമോ? സിവിൽ വാർ ആണോ അത്? സിവിൽ വാർ എന്ന് പറഞ്ഞാൽ വാർ വിത്തിൻ ദ കൺട്രി. ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ യുദ്ധത്തിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിവിൽ വാർ എന്ന് പറയാം. രണ്ട് രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ ഒരിക്കലും അതെന്തല്ല, സിവിൽ വാർ അല്ല. എമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ ആരാ പറഞ്ഞത്? പ്രൊക്ലെയിം ചെയ്ത ആരാണ്? എബ്രഹാം ലിങ്കൺ. ഏത് വർഷമാണ്? 1863 January 1. എന്താ അതില് പറഞ്ഞിരിക്കുന്നത് എമാൻസിപ്പേഷൻ പ്രൊക്ലമേഷനില്? അതായത് അമേരിക്കയിൽ ഇന്ന് തൊട്ട് ആരും അടിമകളല്ല, എല്ലാരും ഫ്രീ ആണ്, ആരും ആരുടെയും അടിമകളല്ല എന്നാണ് എന്തില് പറഞ്ഞത്? എന്തില് പറഞ്ഞതാടാ? എമാൻസിപ്പേഷൻ പ്രൊക്ലമേഷനിൽ പറഞ്ഞത്. സ്റ്റാമ്പ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാമ്പ് ആക്ട് ഓഫ് 1765. അതായത് ഏതൊരു ഒഫീഷ്യൽ ഡോക്യുമെന്റും ഒഫീഷ്യൽ ആകണമെങ്കിൽ ഒരു സ്റ്റാമ്പ് പതിച്ചേ പറ്റൂ. ആ സ്റ്റാമ്പിനാണെങ്കിൽ ഒടുക്കത്തെ പൈസയാണ്. ഒരു ഡോക്യുമെന്റ് ഒഫീഷ്യൽ ആകണമെങ്കിൽ എന്ത് വേണം? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ സ്റ്റാമ്പ് വേണം. അതിനാണെങ്കിൽ നല്ല പൈസയാണ്. ഓക്കെ. ഇറ്റ് വാസ് a law passed by the parliament requiring that all legal documents, newspaper, pamphlets in the American colonies carry a government mandated stamp, effectively the colonialist. ഏതൊരു ഡോക്യുമെന്റും ഒഫീഷ്യൽ ആകണമെങ്കിൽ ഒരു സ്റ്റാമ്പ് വേണമെന്ന് ആര് നിർബന്ധം പറഞ്ഞു? ബ്രിട്ടീഷ് പാർലമെന്റ്. അതിനെയാണ് സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ. എബ്രഹാം ലിങ്കൺ ഡെമോക്രസിനെ പറ്റി പറഞ്ഞ എന്താ?
In his famous Gettysburg Address, Abraham Lincoln defined democracy as government of the people, by the people, for the people. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഗവൺമെന്റ് ആണ് ഏത് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഡെമോക്രസി. എങ്ങനെയാ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ ഗവൺമെന്റിനെ തീരുമാനിക്കുന്നത്? യെസ്, ത്രൂ ഇലക്ഷൻസ്. വെരി ഓക്കെ. ഇനി ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്താണ്? It was a petition submitted by the American colonialists in 1774 declaring their loyalty to the king with the aim of avoiding war with Britain and demanding the repeal of certain laws. അതായത് നമ്മൾ പറഞ്ഞില്ലേ ഫിലാഡൽഫിയ കോൺഗ്രസ്. അപ്പൊ ഫസ്റ്റ് ഫിലാഡൽഫിയ കോൺഗ്രസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ആർക്ക് സബ്മിറ്റ് ചെയ്തു? ബ്രിട്ടനിലെ രാജാവിന് സബ്മിറ്റ് ചെയ്തു. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് ഞങ്ങൾക്ക് ഇപ്പോഴും രാജാവിനോട് ആദരവുണ്ട്, ബഹുമാനമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ നിങ്ങൾ പിൻവലിക്കണം. ഇത് രാജാവ് അംഗീകരിച്ചോ? രാജാവ് ഈ പെറ്റീഷൻ കിട്ടിയ വട കീറിക്കണം. എന്താ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഫിലാഡൽഫിയ കോൺഗ്രസിന് ശേഷം അവര് അമേരിക്കൻസ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ബ്രിട്ടീഷ് കിങ്ങിന് വേണ്ടി കൊടുത്തൊരു പെറ്റീഷൻ ആണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ. അതിൽ പറഞ്ഞിരിക്കുന്നത് രാജാവിനോട് ഞങ്ങൾ ഇപ്പോഴും ലോയൽ ആയിരിക്കും, പക്ഷെ ഞങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ നിങ്ങൾ നിർത്തണം. എന്തിനു? അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് വായിച്ച 2 പോയിന്റും. Okay. This is the main problems faced by Russian workers before the revolution. റവല്യൂഷന് മുൻപ് റഷ്യയിലെ വർക്കേഴ്സ് ഫോഴ്സ് ഫേസ് ചെയ്തിരുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ലോ വേജസ്, വേതനം എന്തായിരുന്നു? വളരെ കുറവായിരുന്നു. അതുപോലെ ലിവിങ് കണ്ടീഷൻ, വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിത അന്തരീക്ഷമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെന്താ? ശമ്പളം കുറവാണെങ്കിലും വർക്കിംഗ് അവറിൽ വല്ല ഇളവുണ്ടോ? ലോങ് അവേഴ്സിൽ ഇവർക്ക് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യേണ്ട വന്നു. അതുപോലെ ദ ഡോമിനൻസ് ഓഫ് ഫോറിൻ ക്യാപിറ്റലിസ്റ്റ് ഇൻ ഇൻഡസ്ട്രീസ്, അവര് പണിയെടുക്കുന്ന ഇൻഡസ്ട്രീസ് ആ റഷ്യൻസിന്റെതാണോ? അല്ല, ഫോറിൻ ക്യാപിറ്റലിസ്റ്റിന്റെയാ. അതായത് പുറത്തു വിദേശികൾ നടത്തുന്ന കമ്പനിയിലായിരിക്കും ഇവര് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്വന്തം രാജ്യത്താണെങ്കിലും അവർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഇല്ല. ഈ വിദേശികൾ പറയുന്നത് കേൾക്കുകയെ അവർക്ക് തരമുള്ളൂ, കാരണം അവരുടെ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത്. അപ്പൊ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ലോ വേജസ്, പുവർ ലിവിംഗ് കണ്ടീഷൻ, ലോങ് വർക്കിംഗ് അവേഴ്സ്, ഡോമിനൻസ് ഓഫ് ഫോറിൻ ക്യാപിറ്റലിസ്റ്റ് ഇൻ ഇൻഡസ്ട്രീസ്. വായിച്ചോളൂ, ഓരോരുത്തരോട് ചോദിക്കാം. ക്വസ്റ്റ്യനും കൂടെ നോക്കണേ, എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. വായിച്ചു പറഞ്ഞോളൂ, ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. പറഞ്ഞോളൂ, ഒരു പോയിന്റ് പറഞ്ഞോ. റഷ്യയിലെ വർക്കേഴ്സിന്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? റഷ്യയിലെ വർക്കേഴ്സ് നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്തൊക്കെയായിരുന്നു? ആരോ? ലോ വേജസ്. യെസ്, ഒരു പോയിന്റ് പറഞ്ഞാൽ മതി. ആരോട് പറഞ്ഞേ? യെസ്, അടുത്തത് ആൽബിൻ.
യെസ്, അത് പറയാനിരിക്കുവായിരുന്നു തോന്നുന്നു സൂര്യതീർത്ത്. ഇനി ഞാൻ എന്ത് പറയും? അവസാനം ആ വലുത് തന്നെ ഞാൻ പറയേണ്ടി വരുമല്ലോ. പറഞ്ഞോളൂ. പറയടാ, മലയാളത്തിൽ പറഞ്ഞാ മതി. അറിയണ്ടേ? ഡോമിനൻസ് ഓഫ് ഫോറിൻ ക്യാപിറ്റലിസ്റ്റ്. Yes. What were the result of Chinese Revolution? Chinese Revolution ആഫ്റ്റർ എഫക്ട് എന്തൊക്കെയാണ്? ചൈന ബിക്കം പീപ്പിൾസ് റിപ്പബ്ലിക്. ഇത് ഓർത്ത് വെക്കണേ. ചൈന എന്തായിട്ട് മാറി? റവല്യൂഷന് ശേഷം ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ആയിട്ട് മാറി. എപ്പോഴാണ് ഒരു രാജ്യം റിപ്പബ്ലിക് ആവുന്നത്? റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇലക്റ്റഡ് പേഴ്സൺ ആയിരിക്കണം. ഒരു രാജ്യം എപ്പോഴാണ് റിപ്പബ്ലിക് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക? ആ രാജ്യത്തിലെ റൂളർ ഒരു ഇലക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ ആ രാജ്യം എന്ത് രാജ്യമാണ്? റിപ്പബ്ലിക് രാജ്യമാണ്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമാണോ? ആണോ? ആണോ അല്ലയോ? ഒരു രാജ്യം റിപ്പബ്ലിക് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇലക്റ്റഡ് പേഴ്സൺ ആയിരിക്കണം. സൂര്യതീർത്തെ, ഇന്ത്യ റിപ്പബ്ലിക് ആണോടാ? ആണോടാ? അതെന്താ? റിപ്പബ്ലിക്കിന്റെ അർത്ഥം എന്താ? ഞാനിപ്പൊ പറഞ്ഞല്ലേടാ. എന്തുകൊണ്ടാ ഞാനിപ്പൊ പറഞ്ഞേ? അങ്ങനെ ഒരാളാണോ ഇന്ത്യ ഭരിക്കുന്നത്? അല്ല. ഇവിടെ രാജഭരണമാണല്ലോ. ഇവിടെ പിന്നെ എന്തുവാണ്? ഇന്ത്യയില്? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേരെന്തുവാ? നിന്റെ വീട്ടിലാരും കേക്കരുത്. ഇന്ത്യയിൽ രാജഭരണം നീ ഒന്ന് ചോദിക്കണം കേട്ടാ. അമ്മ ഇന്ത്യയിൽ രാജഭരണം ആണോ അല്ലേ ഒന്ന്? രാജഭരണം ആണോ? ഇന്ത്യ റിപ്പബ്ലിക് അല്ലേടാ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇലക്ട് ചെയ്ത മനുഷ്യനല്ലേ. രാജഭരണമാണോ ഇന്ത്യയില്? അപ്പൊ ഒരു രാജ്യം എപ്പോഴാണ് റിപ്പബ്ലിക് ആവുന്നത്? ആ രാജ്യത്തിന്റെ ഹെഡ് ഒരു ഇലക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ ആ രാജ്യം ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് കൺട്രി അല്ലേ? നമ്മുടെ പ്രിയാമ്പിളിൽ എഴുതി വെച്ചിട്ടില്ലേ? സോവറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ആര് കാണുന്നു ഇതൊക്കെ അല്ലേ? ഫോറിൻ ഡോമിനേഷൻ ഇൻ ചൈന കെയിം ടു ആൻ എൻഡ്. അതായത് ഫോറിൻ പവേഴ്സിൽ ചൈനയിലേക്ക് മേലുണ്ടായിരുന്ന അധികാരങ്ങൾ അവസാനിച്ചു. ഇറ്റ് കോസ് സോഷ്യലിസ്റ്റ് ഐഡിയാസ് ടു സ്പ്രെഡ് എമംഗ് ദ നേഷൻസ് ഓഫ് ദ വേൾഡ്. സോഷ്യലിസം എന്നൊരു ഐഡിയോളജി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യലിസം പോളിസി എന്താണ്? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഐഡിയോളജീസ് ആയിരുന്നു വേൾഡ് വൈഡ് ഉണ്ടായിരുന്നത് ആ സമയത്ത്. ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു വെൽഫെയർ മോട്ടീവ് ഉള്ള ഗവൺമെന്റ് ആയിരിക്കും. ജനക്ഷേമത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ആയിരിക്കും. ഏതൊക്കെ രീതിയിലാണ് ഗവൺമെന്റ് ജനക്ഷേമം ഉറപ്പുവരുത്തുന്നത്? ഏതൊക്കെ രീതിയിലാണ് പറഞ്ഞു നോക്കിക്കേ. എങ്ങനെയൊക്കെ ഗവൺമെന്റ് ഒരു സോഷ്യൽ ഗവൺമെന്റ് ആണെന്നോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പോളിസി ഫോളോ ചെയ്തൊരു ഗവൺമെന്റ് ആണെന്നൊക്കെ പറയാം. ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മുടെ നാട്ടില്? ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ആണ്. എന്തൊക്കെയാ ചെയ്യുന്നത്? പബ്ലിക് ട്രാൻസ്പോർട്ട്, പബ്ലിക് ഹോസ്പിറ്റൽ, പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം. അതുപോലെ കമ്പയർ ടു പ്രൈവറ്റ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്?
കമ്പയർഡ് ടു പ്രൈവറ്റ് എന്താണ് പബ്ലിക് സർവീസസിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ നമുക്ക്? ഒരു അഡ്വാൻറ്റേജും ഇല്ല. വെറുതെ എങ്കിൽ വെറുതെ പൈസ കൊടുക്കണ്ട. ചില കേസിൽ പൈസ കൊടുക്കണ്ട, ചില കേസിൽ എന്തായിരിക്കും ഫ്രീ, ലോ കോസ്റ്റ് ആയിരിക്കും. കമ്പയർഡ് ടു പ്രൈവറ്റ് സെക്ടർ നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, സോ ആൻഡ് ഫൈനലി എന്താ, അഗ്രികൾച്ചർ ലാൻഡ് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഫാമേഴ്സ്. ആ സമയത്ത് ചൈനയിൽ ഉണ്ടായിരുന്ന ഫാർമേഴ്സിന് സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ടായിരുന്നോ? ലാൻഡ് ആരുടെ കയ്യിലായിരുന്നു? ലാൻഡ് ലോഡ്സിന്റെ കയ്യിലായിരുന്നു. ആ ലാൻഡ് ലോഡ്സിന്റെ ഫാമിൽ വർക്ക് ചെയ്യുകയായിരുന്നു ഈ ഫാർമേഴ്സ്. റവല്യൂഷന് ശേഷം എന്ത് സംഭവിച്ചു? ലാൻഡ് ലോഡ്സിന്റെ കയ്യിൽ നിന്ന് ലാൻഡ് പിടിച്ചെടുത്ത് ആർക്ക് തിരിച്ചു കൊടുത്തു? ഫാർമേഴ്സിനെ തിരിച്ചു കൊടുത്തു. അപ്പൊ റവല്യൂഷന് ശേഷം ചൈനയിൽ സംഭവിച്ചത് എന്താണ്? ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ എന്താ? രാജഭരണമായിരുന്നു. ഏത് രാജഭരണമായിരുന്നു ചൈനയിൽ ഉണ്ടായിരുന്നത്? മഞ്ചു ഡൈനാസ്റ്റി. 300 വർഷമായി ചൈന ഭരിച്ചുകൊണ്ടിരുന്നത് മഞ്ചു രാജവംശമാണ്. അവരുടെ ഭരണം അവസാനിച്ചു. അങ്ങനെ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ആയിട്ട് മാറി. അതുപോലെ ഫോറിൻ ഡോമിനേഷൻ, ചൈനയിലുള്ള ഫോറിൻ ഡോമിനേഷൻ അതോടെ എൻഡ് ചെയ്തു. സോഷ്യലിസം എന്നുള്ള ഐഡിയ ലോകത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും സ്പ്രെഡായി. അതുപോലെ എന്താണ്, അഗ്രികൾച്ചർ ലാൻഡ്, കൃഷിഭൂമി കർഷകരിൽ തിരിച്ചു കൊടുത്തു. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചാപ്റ്ററിൽ? ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ പരീക്ഷ എന്നാ മാറ്റി വെച്ചല്ലേ? 7-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മലയാളം. അതിന്റെ അവസാനമാണ് സോഷ്യൽ. അവസാനമാണെന്ന് പറഞ്ഞ് ഇനിയിപ്പം പഠിക്കാൻ, ഇനിയിപ്പം ബാക്കി സബ്ജക്ട്സ് പഠിക്കാനുള്ള സമയമുള്ളൂ. നേരത്തെ പഠിച്ചു വെച്ചവർക്ക് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ അവസാനം 5 ദിവസം കിടന്ന് ശ്വാസം വലിക്കുന്നത് കാണാം. അവസാനമല്ലേ അന്നേരം പഠിക്കാന്ന് പറഞ്ഞ് ഇരിക്കുന്നവര് ഇരുന്നോളുക. എനിവേസ്, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ആനുവൽ എക്സാമിനേഷൻ. നന്നായിട്ട് എഴുതുക കേട്ടോ. പേടിയും ടെൻഷനൊന്നും വേണ്ട. സമാധാനമായിട്ട് പോയി പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.